രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ हरे कृष्ण माता जी। प्रणाम माता जी। हरे कृष्ण। प्रणाम माता जी। गीता माता जी हरे कृष्ण। हरे कृष्ण माता जी। हरे प्रणामम। कृष्ण हरे कृष्ण। हरे कृष्ण माता जी। हरे कृष्ण। ഹരേ കൃഷ്ണ മാതാജി. हरे कृष्ण। हरे कृष्ण माता जी। हरे कृष्ण। हरे कृष्ण माता जी। हरे कृष्ण। ഹരേ കൃഷ്ണ മാതാജി. हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तु ते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। श्री श्री राधा गोविंद की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। हरे कृष्ण എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠനം 15. രാധേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമ്മൾ 15 ദിവസത്തിലേക്ക് വന്നു. പുരുഷോത്തമ യോഗം 20 ശ്ലോകങ്ങളുള്ള അധ്യായമാണ്. കഴിഞ്ഞ നമ്മള് ത്രിഗുണങ്ങളെ പറ്റി പഠിച്ച അധ്യായം അല്ലെ. അപ്പോ ശരീരസ്ഥരായിട്ടുള്ള ആത്മാക്കളൊക്കെ ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ വർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ ഗുണങ്ങള് എന്തെല്ലാമാണ്, അവ നമ്മുടെ മേല് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു തന്നു. അവയെ അതിക്രമിക്കണത് എങ്ങനെയാണ് എന്ന് കണ്ടു. അപ്പൊ ആധ്യാത്മിക പദം പ്രാപിച്ച ആളിന്റെ ലക്ഷണങ്ങള് ഭഗവാൻ വിവരിച്ചു. ഭഗവാനില് ശരണാഗതി ചെയ്തുകൊണ്ട് നമുക്ക് മായയെ ജയിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഭൗതികതയിൽ നിന്ന് വിമുക്തനാവുക, അങ്ങനെ വേണം നമുക്ക് ആധ്യാത്മിക ലോകത്തെ പ്രാപിക്കാൻ. ഭക്തി യോഗം കൊണ്ട് ശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തണം. ത്രിഗുണങ്ങളെയും അതിക്രമിച്ചിട്ട് വാസുദേവാവസ്ഥയിലെത്തുക. വൈദിക ജ്ഞാനത്തിന്റെ പരമ ലക്ഷ്യം എന്ന് പറയണത് ഭൗതിക ലോകത്തിന്റെ ഒക്കെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടുക. എന്നിട്ടോ ഭഗവാൻ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാല് ഭക്തിയുത സേവനത്തില് ഏർപ്പെടാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഭൗതിക ലോകത്തിന്റെ ഒരു ചിത്രം തരികയാണ് ഈ അധ്യായം, പുരുഷോത്തമ യോഗം. ഒന്നാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധ ശാഖമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്നറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പൊ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത തരം ഒരു വൃക്ഷം. എങ്ങനെയാണത്? വേരുകളൊക്കെ മേൽപോട്ടാണത്രേ, ശാഖകളോ കീഴ്പോട്ടായിട്ട്. അങ്ങനെ ഒരു വൃക്ഷം നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. പിന്നെ വെള്ളത്തിലൊക്കെ ചിലപ്പോ ഛായ കാണാം അല്ലെ. ജലാശയത്തിന്റെ അടുത്തുള്ള വൃക്ഷത്തിന്റെ ഛായ എങ്ങനെ തലകീഴായിട്ടൊക്കെ കണ്ടു എന്ന് വരാം. അപ്പൊ ഇങ്ങനെ ഒരു ശാഖകൾ കീഴ്പോട്ടായിട്ടുള്ള അക്ഷയം നാശമില്ലാത്ത ഒരു അശ്വത്ഥമുണ്ട് എന്നാണ്. അതിന്റെ ഇലകൾ എന്താണ്? വേദമന്ത്രങ്ങളാണത്രേ.
അതിൻ്റെ ഇലകള്. ഈ വൃക്ഷം എന്താണെന്ന് അറിയണം. അങ്ങനെ അറിയുന്ന ആള് വേദജ്ഞൻ, എല്ലാം അറിഞ്ഞവൻ എന്ന്. ഭൗതിക ബന്ധങ്ങളെ അരയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുകയാണ്. കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് ഈ വൃക്ഷത്തിന് നാശം ഉണ്ടാവില്ല. അതായത് ഫലേച്ഛയോടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ വൃക്ഷത്തിന് നാശമില്ല. ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഈ ജീവാത്മാവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ജനിമൃതികളാകുന്ന ഈ ചക്രത്തിൽ തിരിയണ തന്നെ. ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിനോ അതിരില്ല. ഈ വൃക്ഷത്തിന്റെ തുടക്കം ഒടുക്കം ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. ഇതിൽ ആസക്തരായവർക്കോ ഒട്ടും മോചനവും ഉണ്ടാവില്ല. ഇലകള് വേദങ്ങളാണത്രേ. ഈ വൃക്ഷത്തെ മനസ്സിലാക്കുന്നവരെ വേദജ്ഞൻ എന്നാ പറയാ. ഇപ്പൊ നമ്മളൊരു മാവിന്റെ നിഴല് വെള്ളത്തിൽ കണ്ടിട്ട് അവിടെ വെള്ളത്തിൽ ചാടിയാൽ നമുക്ക് മാമ്പഴം പറിക്കാൻ സാധിക്കില്ല. അതേപോലെയാണ് ഈ ഭൗതികതയിൽ നിന്ന് നമുക്കൊന്നും ലഭിക്കില്ല എന്ന് കാണിക്കുകയാണ്. അപ്പൊ ഈ വൃക്ഷം എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിലുള്ള ശരിയായ വൃക്ഷത്തിന്റെ ഒരു ഛായയാണ്, നിഴലാണ് തലകീഴായിട്ടുള്ള അശ്വത്ഥ വൃക്ഷം. ഭക്തിയോഗത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി പ്രതിപാദിച്ചത് കേട്ട ഒരാൾ അപ്പോൾ വേദങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചേക്കാം. വേദപഠനത്തിന്റെ ഉദ്ദേശം കൃഷ്ണനെ പറ്റി അറിയുകയാണ് എന്ന് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ വേദജ്ഞനാകും. എങ്ങനെയാ വേദജ്ഞനാവുന്നേ? കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം, അല്ലെ? ഭഗവാനായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഭക്തിയുത സേവനമാവി അങ്ങനെ ചെയ്യുന്നവരാണ് വേദജ്ഞൻ ആവുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയുക, അതാണ് വേദ പഠനത്തിന്റെ ഒക്കെ ഉദ്ദേശം. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കണു, അല്ലെ? നിഴല് കാണും വെള്ളത്തില്. അപ്പൊ ഇത് ആധ്യാത്മിക ലോകത്തില് ശരിയായിട്ടുള്ള മരമാണെന്നുണ്ടെങ്കിൽ ഇതാണ് തലകീഴായിട്ട് ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാൻ പോണ ആ അശ്വത്ഥ വൃക്ഷം തലകീഴായത്. അത് ഈ ആധ്യാത്മിക ലോകത്തിന്റെ ഒരു നിഴലാണ്. ഇത് ആധ്യാത്മിക ലോകത്തിന്റെ നിഴല് തന്നെയാണ് ഭൗതിക ലോകം. അതുപോലെ ആധ്യാത്മിക ലോകത്തിലുള്ള ആ ശരിയായ വൃക്ഷത്തിന്റെ ഛായ അല്ലെങ്കിൽ നിഴലാണ് ഈ ഇപ്പൊ ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ തലകീഴായിട്ടുള്ള അശ്വത്ഥ വൃക്ഷം. രണ്ടാമത്തെ ശ്ലോകം. അധശ്ചോർദ്ധം പ്രസൃതാസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല അധശ്ച മൂലാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകള്. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദ്ദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവ. എന്താണ്? ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഉണ്ടല്ലോ, ഇത് പോഷിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാ? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാലെയാണ്. അങ്ങനെ ഇത് താഴോട്ടും മേലോട്ടും ഒക്കെ എങ്ങനെ പടർന്ന് വളരുകയാണ്. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകള്. ഇന്ദ്രിയ വിഷയങ്ങൾ ഉണ്ട്, അല്ലെ? നല്ലത് കാണുക, കേൾക്കുക, രുചിക്കുക, അങ്ങനെയൊക്കെയുള്ള ആ വിഷയങ്ങളിൽ അതിൽ തൽപരരാകുമ്പോഴാണ് ഇതിന് ചില്ലകൾ ഇങ്ങനെ പൊട്ടി മുളച്ചു വരുന്നത്. ഈ വൃക്ഷത്തിന് താഴേക്ക് ഇറങ്ങുന്ന വേരുകളുണ്ട്. പീപ്പിൾ ട്രീക്കൊക്കെ കാണാൻ, അല്ലെ? ഒരു വേര് അതിന്റെ ശാഖയിൽ നിന്ന് ഒരു വേര് മണ്ണിലൂന്നി വീണ്ടും അത് കിലോമീറ്ററുകളോളം പടർന്നു വളരുന്ന ഒരു മരം ആയി മാറുന്നുണ്ട്. അതുപോലെ താഴോട്ടിറങ്ങുന്ന വേരുകളുണ്ട്. അത് മനുഷ്യ സമുദായത്തിന്റെ ഫലോദ്ദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയാണ്. അതായത് വ്യക്തി കാമനകളോടെ കർമ്മം ചെയ്യുമ്പോൾ, ആഗ്രഹങ്ങളോടെ ഫലം ഇച്ഛിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക, അതിനോട് ബന്ധപ്പെട്ടവയാണ് ഈ താഴോട്ടിറങ്ങുന്ന വേരുകൾ എന്നാണ്. അരയാൽ വൃക്ഷത്തിന്റെ മുകളിലെ ശാഖകളില് ഉന്നത യോനികളിലുള്ള ദേവന്മാര്, ഗന്ധർവന്മാര് തുടങ്ങിയവരൊക്കെ വസിക്കുക എന്നാ പറയാ.
താഴെ താഴെയുള്ള ലോകങ്ങളിലാണ് ഈ ഭൂലോകത്തിലുള്ള ജീവികളൊക്കെ ഉണ്ടാവുക. സുഖദുഃഖ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന രാഗദ്വേഷങ്ങളാണ് ഇതിന്റെ തായ് വേരുകള് എന്നാണ്. സകാമകർമ്മങ്ങള് വേരുകളായി താഴോട്ടും വരുന്നുണ്ട്. ഫലോദ്ദിഷ്ട കർമ്മങ്ങള് ചെയ്തിട്ട് ഇതിന്റെ വേര് താഴോട്ടും വരുന്ന വേരുകള് അവ ഭൗതികതയില് നമ്മെ ബന്ധിക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇപ്പോ നമ്മളെ ബന്ധിക്കാൻ പല സ്ഥലത്തു നിന്നും ഇങ്ങനെ വരികയാണ് അല്ലെ. ഈ വൃക്ഷം നമ്മള് ശരിയായി മനസ്സിലാക്കണം. ഈ വൃക്ഷത്തിന്റെ ശാഖകള് തഴച്ചു വളരുന്നത് എങ്ങനെയാ? ഈ ത്രിഗുണങ്ങളാല് അല്ലെ. താഴോട്ടും മേലോട്ടും സൈഡിലേക്കും ഒക്കെ ഇങ്ങനെ വളർന്നു വളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാശമില്ല ഈ മരത്തിന്. ഇന്ദ്രിയ വിഷയങ്ങള് ആകുന്ന ചില്ലകള്, വൃക്ഷത്തിനോ താഴേക്കിറങ്ങുന്ന വേരുകള്, അത് വ്യക്തികളുടെ ഫലോദ്ദിഷ്ട കർമ്മങ്ങള് കാരണത്താലാണ് ഈ വേരുകള്. അങ്ങനെ വേരൂന്നി വീണ്ടും വീണ്ടും ആ വൃക്ഷം ഇങ്ങനെ കിലോമീറ്ററുകളോളം പടർന്ന് വളർന്നു കൊണ്ടിരിക്കുകയാണ്. 3ഉം 4ഉം ശ്ലോകങ്ങള്. ന രൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ ന ജാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥ പ്രവൃത്തി പ്രസൃതാ പുരാണി. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപമല്ല, ഇതൊരു സാങ്കല്പിക രൂപമാണ് അല്ലെ. ഒരു ഛായയാണ്, നിഴലാണ്. ഈ ലോകത്തിൽ യഥാർത്ഥ രൂപം കാണില്ല. അതിന്റെ ആരംഭം അവസാനം അടിസ്ഥാനം യാതൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നശിപ്പിക്കാൻ പറ്റുക? വിരക്തി, വൈരാഗ്യം എന്ന് വെച്ചാൽ രാഗദ്വേഷങ്ങളില്ലാതെ, ഭൗതിക തൃഷ്ണയില്ലാതെ, വിഷയ ആസക്തി ഇല്ലാതെ, അങ്ങനെ ആ ദൃഢനിശ്ചയത്തോടെ വിരക്തി എന്നുള്ള ആ വാളുകൊണ്ട് ഈ മരത്തിനെ വെട്ടിക്കളയണം. എന്നിട്ടോ എവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലയോ ആ ദിവ്യപദം പൂകി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. ഈ വൃക്ഷത്തിനെ ഛേദിച്ചു കളഞ്ഞിട്ട് ഭൗതികതയോട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഈ വൃക്ഷം, അതിനെ വിരക്തിയാകുന്ന വാളുകൊണ്ട് ആയുധത്താലെ ഛേദിച്ചു കളയുക. എന്നിട്ട് ഏതാണോ നമ്മുടെ പരമമായ പ്രാപ്യസ്ഥാനം അല്ലെ, എവിടെ ചെന്നാൽ നമുക്ക് തിരിച്ചുവരവില്ലയോ ആ ദിവ്യപദം പൂകി സ്മരണാതീത കാലം മുതൽക്കേ എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ടുള്ളത് ഭഗവാനാണ്. ആ ഭഗവാന് സ്വയം സമർപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ ഛേദിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ മരത്തിനെ പോഷിപ്പിക്കുകയല്ല വേണ്ടേ. ഈ മരത്തിനെ വിരക്തിയാകുന്ന ആയുധത്താല് അതിനെ വെട്ടിക്കളയണം, ഛേദിച്ചങ്ങ് കളയണം. ഇവിടെ വലിയൊരു മരം മുറിച്ചിട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ ആ മരത്തിനെ നമ്മള് ഈ അശ്വത്ഥം, തലകീഴായ അശ്വത്ഥ വൃക്ഷണ്ട്, അതാണ് നമ്മളെ ഈ ഭൗതികതയിൽ ബന്ധിപ്പിക്കുന്നത്. അതിനെ നമ്മള് ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താല് ഛേദിക്കുക. എന്നിട്ടോ നമ്മൾ പരമധാമം ആയിട്ടുള്ള അവിടേക്ക് ഭഗവാന് സ്വയം സമർപ്പിതരാവുക. പിന്നെ നമുക്ക് തിരിച്ചുവരവില്ല, ജനിമൃതികളില്ല. പിന്നെ ഭഗവത് ധാമത്തിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് അവിടെ റിസൈഡ് ചെയ്യാം. ഞാൻ എന്റെ പിതാവിന്റെ പുത്രൻ, പിതാവ് ഇന്നയാളുടെ പുത്രൻ എന്നിങ്ങനെ ആരാഞ്ഞു പോയാൽ ഒടുവിൽ ബ്രഹ്മാവിലും ബ്രഹ്മാവിന് പിറവി കൊടുത്ത ഗർഭോദകശായി വിഷ്ണുവിലും എത്താം. പിന്നെ ശ്രീ ഭഗവാനിലും. നമ്മളിങ്ങനെ പിന്നോട്ട് എന്റെ പിതാമഹൻ ആരാ, അദ്ദേഹത്തിന്റെ പിതാമഹൻ ആരാ, അങ്ങനെ അന്വേഷിച്ചു പോയാല് ഒടുവിൽ ഏറ്റവും അവസാനം എത്തണത് ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ്. ഇവിടെ അന്വേഷണം അവസാനിക്കും. ഭഗവത് ജ്ഞാനമുള്ളവരുടെ സഹവാസം കൊണ്ടുവേണം ഈ വൃക്ഷത്തിന്റെ ആരംഭമാകുന്ന പരമദിവ്യോത്തമ പുരുഷനെ ആരാഞ്ഞറിയാൻ. ഈ വൃക്ഷത്തിന്റെ ആരംഭം നമ്മൾ കണ്ടെത്തുന്നില്ല ഈ ഭൗതികതയിൽ നിന്നുകൊണ്ട്. പക്ഷെ ഭഗവത് ജ്ഞാനമുള്ളവരുടെ സഹവാസം
എന്ന് വെച്ചാൽ ഭക്തരുമായുള്ള സംഘം, പിന്നെ ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടാവുക. അങ്ങനെ അവരിൽ നിന്നൊക്കെ ജ്ഞാനം ആർജിച്ച് ഈ വൃക്ഷത്തിന്റെ ആരംഭം, അതായത് ഭഗവാൻ തന്നെ, ആ പരമദിവ്യോത്തമ പുരുഷനെ ആരാഞ്ഞറിയണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് പരിപൂർണ ജ്ഞാനം നേടുമ്പോൾ അതറിഞ്ഞ ഒരാൾക്ക് ഈ മായികമായ നിഴലിനോട് ആസക്തി ഉണ്ടാവില്ല. ഇത് ഒരു യഥാർത്ഥ വൃക്ഷമല്ല, പറഞ്ഞു, മായികമായിട്ടുള്ള നിഴലാണ്. ആ നിഴലിനോട് ആസക്തി ഉണ്ടാവില്ല. എങ്ങനെ? സത്സംഗത്തിലൂടെ ഭഗവാനെ കുറിച്ച് പൂർണ്ണ ജ്ഞാനം നേടിക്കഴിഞ്ഞാല് ഈ മായികമായിട്ടുള്ള നിഴലിനോട്, വൃക്ഷത്തോട് ആസക്തി ഉണ്ടാവില്ല. അങ്ങനെ ജ്ഞാനം കൊണ്ട് ഈ മായാവൃക്ഷത്തോടുള്ള ബന്ധനമറുത്ത് യഥാർത്ഥ വൃക്ഷത്തിൽ സ്ഥിതി ചെയ്യുവാൻ കഴിയും. യഥാർത്ഥ വൃക്ഷം എവിടെയാണുള്ളത്? ആധ്യാത്മിക ലോകത്താണ്, അല്ലെ? അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള വൃക്ഷം ഉള്ളത്. അതിലാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്. അപ്പോ ജ്ഞാനം സമ്പാദിച്ച് ഈ മായാവൃക്ഷത്തോടുള്ള ബന്ധനമറുക്കണം, എന്നിട്ട് യഥാർത്ഥ വൃക്ഷത്തില് സ്ഥിതി ചെയ്യണം എന്നാണ്. അഞ്ചാമത്തെ ശ്ലോകം. നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സംജ്ഞൈർഗച്ഛന്ത്യമൂഢ പദമവ്യയം തത്. മിഥ്യാഭിമാനം, മായാമോഹം, ദുസംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽ പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്നറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. ഭഗവാന്റെ ധാമം പരമമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള സാമ്രാജ്യമാണ് നമ്മുടെ. അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു വരണ്ട. അതാണ് നമ്മുടെ പെർമനന്റ് റെസിഡൻസ്. അപ്പോ പെർമനന്റ് അഡ്രസ് അതാ, അല്ലെ? അപ്പോ എന്തൊക്കെ വേണം അതിന്? മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നിവ ഒക്കെ ഒഴിവാക്കുക. ഭൗതിക തൃഷ്ണയിൽ പെടാതിരിക്കുക. ഈ ഭൗതികത എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. ക്ഷണികങ്ങളായ സുഖങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ദുഃഖ ദുരിത പൂർണ്ണമാണ് അത് ഭൗതികത. അതറിഞ്ഞുകൊണ്ട് അതിലൊന്നും പെടാതിരിക്കുക. സനാതന തത്വത്തെ അറിയുക. എന്താണ് സനാതന തത്വം? ആ സത്യം, പരമസത്യമായിട്ടുള്ള ഭഗവാൻ തന്നെ. സുഖദുഃഖാദികള് ആയിട്ടുള്ള ദ്വന്ദ്ങ്ങള്, ജയം പരാജയം, അല്ലെ, തോൽവി, അല്ലെങ്കിൽ തണുപ്പ് ചൂട്, അങ്ങനെയുള്ള ദ്വന്ദ്ങ്ങള് ഒന്നും വിഭ്രാന്തരാവരുത്. ആ ദ്വന്ദ്ങ്ങളൊക്കെ വരും പോവും, അല്ലെ? രാത്രി പകല് പോലെ സുഖം ദുഃഖം എല്ലാം വന്നും പോയും ഒക്കെ ഇരിക്കും. അതിലൊന്നും ഒരു സംഭ്രമം ഉണ്ടാവണ്ട. അങ്ങനെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെ എന്നറിയാ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാല് പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും, അല്ലെ? അങ്ങനെ അപ്പൊ എത്ര എളുപ്പാണ്! ഇതൊക്കെ നമുക്ക് കളയാവുന്നതേ ഉള്ളൂ. മിഥ്യാഭിമാനം, മായാമോഹം, ദുസംസർഗം ഇതൊക്കെ ഒഴിവാക്കുക. കൂടുതലായിട്ട് ഈ വിഷയ വാസനകളൊന്നും ഇല്ലാതിരിക്കുക. വിഷയ സുഖങ്ങളിലൊന്നും കൂടുതൽ തൽപരരാവാതിരിക്കുക. സനാതന തത്വത്തിനെ അറിയുക. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാൽ മതി, അല്ലെ? ഇപ്പൊ അങ്ങനെ ദ്വന്ദ്ങ്ങള്, സുഖം വരുമ്പോ അല്ലാണ്ട് തുള്ളിച്ചാടുക, ദുഃഖം വരികയാണെങ്കിൽ ആകെ തളർന്നു പോവുക, അങ്ങനെ ഓരോന്നും എല്ലാത്തിനും സമമായിട്ട് എടുക്കുക. ഒന്നിലും വിഭ്രാന്തി വേണ്ട. പലതും വരുമല്ലേ? ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് പല പല ദുഃഖ ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. അതൊക്കെ വിഭ്രാന്തരാകാതെ, സംഭ്രാന്തരാകാതെ അതിനെയൊക്കെ സഹിക്കാൻ സാധിക്കണം. അങ്ങനെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുക. അങ്ങനെ അറിയാവുന്നവർക്ക് പരമമായിട്ടുള്ള ശാശ്വത സാമ്രാജ്യം ലഭ്യമാവും എന്നാണ്. പരമദിവ്യോത്തമ പുരുഷനാണ് ഈ പ്രകൃതിക്ക് അധീശൻ. അഹങ്കാരജന്യമായിട്ടുള്ള വിഭ്രാന്തിയിൽ നിന്ന് മുക്തനാവുക. എന്നിട്ട് ഭഗവാനില് ആത്മാർപ്പണം ചെയ്യുക. മായയിൽ നിന്നുളവാകുന്നതാണ് ഈ മിഥ്യാഭിമാനം എന്നുള്ളത്. ഈ ഭൂമിയില്, ഈ ഭൗതിക ലോകത്ത് കുറച്ചു നാള് താമസിച്ചിട്ട് മടങ്ങേണ്ടവരാണ് നമ്മളൊക്കെ. അഹന്ത, മമത ഇതൊക്കെ നീങ്ങണം. ദ്വന്ദ്ങ്ങളിൽ നിന്ന് അപ്പോഴാണ് മുക്തി കിട്ടുക. ജ്ഞാനം പൂർണ്ണമാകും. അപ്പോഴ് ഭഗവാന് സ്വയം സമർപ്പണം ചെയ്യാൻ സാധിക്കും. ഞാൻ ഭഗവാന്റെ അംശമാണ് എന്ന ബോധം ഉണ്ടാവണം.
ഭഗവാന്റെ സേവനം മറന്ന ജീവിതം, മായാമോഹം, ദുസ്സംഗം ഇതൊക്കെ ഒഴിവാക്കുക. ഒരു നിമിഷം പോലും ഭഗവാനെ വിസ്മരിക്കരുത് അല്ലേ? അപ്പോ എന്ത് കരുതണം? മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ എന്നാണ്. മതേക ബന്ധോ, എനിക്ക് ഒരേ ഒരു ബന്ധുവേ ഉള്ളൂ. ആരാണ്? ഭഗവാൻ. മത് സംഗിൻ, എനിക്ക് കൂട്ടുചേരാൻ ആരാണ്? എന്റെ ഫ്രണ്ട് ആരാണ്? ഭഗവാനാണ്. മത് ഗുരോ, എനിക്ക് ഗുരുവായിട്ട് ആരാ? ഭഗവാൻ. മൻ മഹാധന, എന്റെ ഏറ്റവും വലിയ സ്വത്താരാ? ഭഗവാനാണ്. മത് ഭാഗ്യ, എന്റെ ഭാഗ്യം ഭഗവാൻ. മത് ആനന്ദ, എന്റെ പരമാനന്ദം അങ്ങാണ്. അങ്ങേക്ക് ഞാൻ പ്രണമിക്കുന്നു അങ്ങയെ. മദാനന്ദ നമോസ്തുതേ എന്നാണ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭാവം. 6-ാമത്തെ ശ്ലോകം. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ. ന തദ്ഭാസയതേ സൂര്യോ, അവിടെ ഈ സൂര്യൻ പ്രഭ ചൊരിയുന്നില്ല. ന ശശാങ്കോ ന പാവക, ചന്ദ്രനും അഗ്നിയും ഒന്നും അവിടെ പ്രഭ കൊടുക്കുന്നില്ല. യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ, എവിടേക്ക് എത്തിയാല് പിന്നെ മടങ്ങി വരവില്ലയോ, അതാണ് എൻ്റെ ലോകം, എൻ്റെ ധാമം എന്ന് ഭഗവാൻ പറഞ്ഞു തരിക. മക്കളെ, നിങ്ങൾ വരൂ, അവിടെ ആ ധാമത്തിനെ കുറിച്ചുള്ള വർണ്ണിച്ചു തരികയാണ്. നമുക്ക് ആകാംക്ഷ ഉണ്ടാവണം അവിടേക്ക് ചെല്ലാന് അല്ലേ? അതുകൊണ്ട് കുറേശ്ശെ സൂചന മാത്രമാണ് കേട്ടോ തരുള്ളൂ. അപ്പൊ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഗോലോക വൃന്ദാവനത്തെ വർണ്ണിച്ചതാ. പരമമായ എന്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പൊ അവിടെ പിന്നെ ആരാ വെളിച്ചം വീശണത്? ഭഗവാന്റെ തന്നെ പ്രകാശാണ് അല്ലെ? ബ്രഹ്മജ്യോതി. ആ ബ്രഹ്മജ്യോതിസ് കൊണ്ട് തന്നെ അവിടമെല്ലാം പ്രകാശമാനമാണ്. അതല്ലാതെ ഈ ഭൗതിക ലോകത്തില് ഇരുട്ടാണ് അല്ലെ? കുണ്ഠതയാണ് നമ്മുടെ ഭൗതിക ലോകം. സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ഇല്ലെങ്കില് നമ്മൾ എപ്പോഴും കൂരിരുട്ടിൽ ജീവിക്കേണ്ടവരാ അല്ലെ? പക്ഷെ ഭഗവാന്റെ ആധ്യാത്മിക ലോകത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ ഒന്നും വേണ്ട വെളിച്ചം വീശാന്. ആധ്യാത്മിക ലോകത്ത് സ്വാതന്ത്ര്യത്തോടെ വസിക്കാം, നിങ്ങൾ അങ്ങോട്ട് പോരൂ എന്നാണ്. പിന്നെ എന്തിനാ ഈ ഭൗതികതയിൽ കഷ്ടപ്പെടുന്നത്? പരമധാമം പ്രാപിക്കാൻ ഭഗവാനിൽ ആത്മസമർപ്പണമല്ലാതെ മറ്റൊരു വഴിയില്ല. സഹസ്രദള പത്മത്തില് ഭഗവാൻ അവിടെ ലീലയാടാണ് അല്ലെ? രാധാറാണിയോടൊന്നിച്ച് നിത്യലീലകളാടാണ്. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, തദ്ധാമ പ്രവേശനത്തിന് അർഹനാവുക. അതാണ് ഇതിപ്പോ ഈ ഭൗതികത എന്ന് പറയണത് ദേവീധാമമാണ് അല്ലെ? കൈലാസം, ഹരിധാമം, വിഷ്ണുവിന്റെ ധാമം, അതിലുപരിയായിട്ട് വൈകുണ്ഠം, അതിനും മുകളിലാണ് ഗോലോകം. പ്രകാശമയമാണ് ബ്രഹ്മജ്യോതിസിനാലെ. ഭൗതിക ലോകത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇരുട്ടാണ് അല്ലെ? ഈ ലോകം കുണ്ഠം, ഭയം, ടെൻഷനാണ്. വൈകുണ്ഠത്തിലോ അതാണ് അഭയം. ഏഴാമത്തെ ശ്ലോകം. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. അപ്പൊ എന്താ പറയണേ? ഈ ഭഗവാന്റെ ശാശ്വതമായിട്ടുള്ള അംശങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലുള്ള സകല ജീവസത്തകളും. അവരെല്ലാം ബദ്ധരാണ് അല്ലെ? ബദ്ധമായ ജീവിതം നയിക്കുകയാല് അവര് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും, അങ്ങനെ 6 എണ്ണം, അങ്ങനെ മനസ്സുൾപ്പെടെ 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിന അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അങ്ങനെ ഏറ്റവും അധികം ക്ലേശം ഉണ്ടാവുമ്പോഴാ അല്ലെ പിന്നീട് ഏറ്റവും സുഖം അനുഭവപ്പെടാൻ പറ്റുക. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ സമുദ്രം. പരമാത്മാവ് സമുദ്രമാണെങ്കില് ജീവാത്മാവ് അതിലെ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി വെള്ളം. ക്വാളിറ്റിയിൽ രണ്ടും സെയിമാ അല്ലെ? ക്വാണ്ടിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ.
നമ്മളൊക്കെ ഭഗവത് അംശം തന്നെയാണ്. നമ്മളൊരു വെള്ളത്തുള്ളിയുടെ അത്ര നമ്മള്. ഭഗവാനോ ഇത്ര കര കാണാത്ത അത്രയ്ക്കുള്ള സമുദ്രം. ദാഹമുണ്ട് നല്ല ദാഹമുള്ളവന് ജലം നൽകുമ്പോൾ സ്വാദുണ്ടാവും അല്ലെ? നല്ല നന്ദിയോടെ കുടിക്കുകയും ചെയ്യും. എത്ര ദുഃഖമുണ്ടോ അത്രയ്ക്ക് സുഖം ഉണ്ടാവും. ഇവിടെ ഏത് വിധേനയും നോക്കിയാല് ഈ ഭൗതികത എന്ന് പറഞ്ഞാല് പ്രയാസമുള്ളത് തന്നെയാണ്. ഇപ്പൊ ധനസമ്പത്തൊക്കെ ഉള്ള ഒരാളാണ് വിചാരിക്കുക, അയാളിങ്ങനെ ആ ദൗലത്തൊക്കെ എടുത്തിട്ട് സുഖിച്ച് ജീവിക്കും അല്ലെ? മൂഢരാണ് അവര്. ആരറിഞ്ഞു അടുത്ത ജന്മം എന്തായിട്ടാ ജനിക്കുക അല്ലെ? മിഥ്യാഹങ്കാരത്തിന്റെ കുടുക്കിലാണ് അവര് പെട്ടുകിടക്കുന്നത്. അപ്പൊ ഈ ഭൗതികതയിലേക്ക് ഈ ജീവനെ പിടിച്ചിഴക്കി നിർത്തുന്നത് ഏതാ? മനസ്സാ. മനസ്സ് സത്വഗുണത്തിലാക്കണം. അപ്പോഴാണ് കർമ്മങ്ങളൊക്കെ നന്നാവുക. ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മള് സന്തോഷത്തോടെ ഭഗവാനെ സേവിക്കണം. ഭഗവാൻ അറിയാം നമ്മളെല്ലാരും കഷ്ടപ്പാടില്ല. അപ്പോ സ്വന്തം ധാമത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരികയാണ്. ഭഗവാന്റെ കാരുണ്യത്താല് നമ്മെ തിരികെ കൊണ്ടുപോകാൻ ഭഗവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര കാലമിരിക്കുമിനി എന്നും സത്യമോ നാമൂക്കേതുമൊന്നില്ലല്ലോ. പൂന്താനം പറഞ്ഞു അല്ലെ? എത്ര കാല അറിഞ്ഞൂടാ നമുക്ക്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് കൈയിന്റെ ഒരു വിരല് കൈയിനോട് ചേർന്നിരിക്കുമ്പോൾ അത് പ്രവർത്തനക്ഷമമായിരിക്കും. പക്ഷെ കൈയിന്റെ വിരല് മുറിഞ്ഞ് എവിടെയെങ്കിലും മുറിഞ്ഞു പോയി എന്ന് വെച്ചാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല അല്ലെ? ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാലാണ് നമുക്ക് സഫലമാവുക ജീവിതം. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്നത് വലിയ അഗ്നിയാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ ഒരു തീപ്പൊരികള് ഇങ്ങനെ പറക്കുന്നുണ്ട്. ഈ തീപ്പൊരികള് ഈ വലിയ തീയിൽ നിന്ന് അകലും തോറും അതിന്റെ ചൂടും വെളിച്ചവും ഒക്കെ നഷ്ടപ്പെടും. അതുപോലെ ഭഗവാനിൽ നിന്ന് നമ്മൾ എത്രയ്ക്ക് അകന്നു പോകുന്നുവോ അത്രയ്ക്കും നമ്മുടെ ജീവിതം ദുഃഖപൂർണമാവും. അതാണ് 8ാമത്തെ ശ്ലോകം. ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. അപ്പൊ പുനർജന്മത്തിനെ പറ്റിയാ പറയണേ. ഇപ്പൊ ഈ ഭൗതിക ലോകത്തിലെ ജീവസത്ത നമ്മളൊക്കെ തന്നെ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ജീവസത്ത എങ്ങനെയാണ് ശരീരം ത്യജിക്കുമ്പോ കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ കാറ്റില് ഒരു പൂവിന്റെ സുഗന്ധം ഉണ്ടാവും അല്ലെ? എന്താണ് ആ പ്രകൃതിയിൽ അവിടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്? ആ ഗന്ധവും വഹിച്ചുകൊണ്ടാണ് കാറ്റ് പോകുന്നത് എന്ന പോലെ ഈ ജീവിത സങ്കല്പങ്ങളെയൊക്കെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ജീവസത്ത. അപ്പൊ ഈ ജീവസത്ത പുനർജന്മം എന്ന് പറയുന്നത് പോകുമ്പോ നമ്മുടെ കർമ്മങ്ങള് എല്ലാം ഉണ്ടാവും. പിന്നെ സൂക്ഷ്മ ശരീരമായിട്ടുള്ള മനോബുദ്ധി അഹങ്കാരങ്ങള് എല്ലാം കൊണ്ടാണ് മറ്റൊരു ശരീരം എടുക്കുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. കാറ്റ് ഗന്ധത്തിനെ എന്ന പോലെയാണെന്ന്. ഈ ജീവസത്ത ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു അല്ലേ? ഇതിന് മോചനമില്ല. ഇതിങ്ങനെ ഈ 84 ലക്ഷം തരത്തില് ഇങ്ങനെ ജീവിച്ച് മരിച്ച് മരിക്കുക ഇങ്ങനെ തുടർന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനിച്ചവരൊക്കെ തന്നെ മരിക്കും അല്ലെ? ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാല് ഈ നരജന്മം എന്ന് പറഞ്ഞ ഒരു റെയിൽവേ ജംഗ്ഷൻ പോലെയാണ്. എന്താ ജംഗ്ഷൻ എന്താ പ്രത്യേകത? ഈ റെയിൽവേ ജംഗ്ഷൻ ആണെങ്കിൽ അവിടെ നിന്ന് പല സ്ഥലത്തേക്ക് ട്രെയിനുകൾ പോകുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമുക്കൊരു അവസരമാണ്, ഇതൊരു ചാൻസ് ആണ്. നമുക്ക് അടുത്ത ജന്മം മൃഗാവണോ, മനുഷ്യനാവണോ, ദേവീദേവന്മാരാവണോ, അതോ സ്വധാമത്തിനെ തെരഞ്ഞെടുക്കണോ? എന്താ വേണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദിസ് ലൈഫ് ഈസ് ദ പ്രിപ്പറേഷൻ ടു നെക്സ്റ്റ് ലൈഫ് എന്നാണ്. അപ്പോ നമ്മളിപ്പോ ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കൈവന്നിരിക്കണേ. മനുഷ്യനായിട്ട് പിറന്നു അല്ലേ? അപ്പോ
ഇപ്പൊ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കയറിയാൽ ഫൈൻ അടിക്കും. അതുപോലെ ഇവിടെയും ഭൗതികതയിലും അതെ കർമ്മ നിയമമുണ്ട്. അതൊക്കെ ഭഗവാൻ പറയുന്ന പോലെ കർമ്മം ചെയ്യാം. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ജനിക്കുക മരിക്കുക അങ്ങനെ? എണ്ണി എണ്ണിക്കുറയുന്നീതായുസ്സും മണ്ടി മണ്ടിക്കാരേറുന്നു മോഹവും ലെ വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത് എന്നാണ് പൂന്താനം പറഞ്ഞത്. അപ്പൊ എത്ര നാളുണ്ട് ഇനിന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് തന്നെ നമ്മള് അല്ലെ ഭഗവത് ധാമത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. 9ാമത്തെ ശ്ലോകം. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് എന്നിവ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. പറഞ്ഞു, കാറ്റ് ഗന്ധത്തിനെ എന്ന പോലെ ഈ ജീവസത്ത ഈ എന്താ പറയാ കർമ്മങ്ങളെയും കർമ്മഭാരവും ബുദ്ധി, മനസ്സ് ഇവയെയും കൊണ്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെ മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത പിന്നെ മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ സ്വീകരിക്കും. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ, കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക് ഒക്കെ. അങ്ങനെ സ്വീകരിച്ചിട്ട് പിന്നെ അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ എങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും എന്നാണ്. നമ്മള് ആത്മാവാണ് എങ്കില് നമുക്ക് എന്തുകൊണ്ടാണ് അല്ലെ ഈ പുനർജന്മത്തെ കുറിച്ച് അറിയാത്തത്? ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, അവയുടെ കർമ്മം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം ഇവയൊക്കെയാണ് അല്ലെ പിന്നെ പുനർജന്മത്തിന് കാരണമാവുന്നത്. അങ്ങനെ ഇതനുസരിച്ചാണ് മറ്റൊരു ജന്മം എടുക്കേണ്ടി വരുന്നത് നമുക്ക്. 10ാമത്തെ ശ്ലോകം. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്യുതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടു പോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ചനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്കറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. ഈ ജീവാത്മാവ് എങ്ങനെയാണ് ഈ ശരീരം വിട്ടു പോകുന്നത്? ഏതു ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതു തരം ശരീരമാണ് ഇനി സ്വീകരിച്ച് അനുഭവിക്കാൻ പോകുന്നത്? ഇതൊന്നും മൂഢന്മാർക്ക് അറിയില്ല. എന്നാലോ ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാവും എന്നാണ്. ഇപ്പൊ മൂഢന്മാരെന്താ കരുതണേ? മരണം അയാൾക്കില്ല, മറ്റുള്ളവർക്കൊക്കെ മരണം ഉണ്ട്. അങ്ങനെയാ. ഇപ്പൊ അറവുശാലയില് ഒരു മൃഗത്തിനെ അറക്കുക, അപ്പോഴും അടുത്ത മൃഗം പുല്ല് തിന്നുകൊണ്ടിരിക്കുക. അതിനറിഞ്ഞുകൂടാ അടുത്തത് തൻ്റെ ടേണാണ് എന്ന്. അതുപോലെയാ. ഇപ്പൊ ഒരു ഇൻസിഡന്റ് പറയട്ടെ. ഒരു ദില്ലിയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോവാ. കുറച്ച് കഴിഞ്ഞപ്പോ 2 ഭീകരര് തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇത് കിഡ്നാപ്പ് ചെയ്യാണ്. എന്താ അതിന് പറയാ? ഫ്ലൈറ്റ് റാഞ്ചി കൊണ്ടുപോവാ. അപ്പൊ എല്ലാരും നിലവിളിച്ചു, പറഞ്ഞു പേടിക്കണ്ട, ഇത് ഡൽഹിയിൽ പോവില്ല, ലക്നൌവിലേക്കാണ് ഫ്ലൈറ്റ് എത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾക്ക് മാത്രം ഭയങ്കര സന്തോഷം, ഒരു ടെൻഷനും ഇല്ല. കുറെ കഴിഞ്ഞപ്പോ ആതങ്കവാദികൾ, ഭീകരന്മാര് പറഞ്ഞു, ഈ ഫ്ലൈറ്റ് ലക്നൌവിലേക്കല്ല കൽക്കട്ടയ്ക്കാ പോണേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴോ പറഞ്ഞു, കൽക്കട്ടയിലല്ല ദുബായിക്കാണ് ഫ്ലൈറ്റ് പോണത് എന്ന് പറഞ്ഞു. എല്ലാരും പേടിച്ചു വിറച്ചിരിക്കുക. ഈ മൂഢനായിട്ടുള്ള ഒരാൾക്ക് മാത്രം നല്ല സന്തോഷം. ഹായ്, പാസ്പോർട്ട് വിസയൊന്നും ഇല്ലാണ്ട് ദുബായിലൊക്കെ പോവാം എന്ന്. അങ്ങനെ ഭീകരൻ എപ്പോഴാ ജീവൻ എടുക്കുക അതറിഞ്ഞുകൂടാ അല്ലേ? അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല, മായാപഹൃതമാണ്. അതേപോലെയാണ് നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കണേ. ആ ജീവിതത്തിന്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാവണില്ല. ഈ നരജന്മത്തിന്റെ മഹത്വം, ഈ വാല്യൂ നമുക്ക് അറിയണില്ല. അങ്ങനെ നമ്മൾ വെറുതെ ഈ മനുഷ്യജന്മം പാഴാക്കി കളയാണ് ചെയ്യണത്. ഇവിടെ എന്താ കാണിച്ച് മുമ്പ് പറഞ്ഞു തന്നെ അല്ലെ? ഒരു ജീവാത്മാവ് ഒരു ശരീരം സ്വീകരിക്കുന്നു, വളരുന്നു, കുറെ പ്രവർത്തിക്കുന്നു, പിന്നീട് ക്ഷയിക്കുന്നു, മരിക്കുന്നു, വീണ്ടും വേറൊരു ശരീരം എടുക്കുന്നു.
അങ്ങനെ അങ്ങനെ ഒരു സൈക്കിളാണ്. 11ാമത്തെ ശ്ലോകം. യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസ. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. അപ്പൊ ആർക്കാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചു കൊണ്ടിരിക്കുക, ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള അതീന്ദ്രിയവാദികൾക്ക് ഇതൊക്കെ പുനർജന്മത്തെക്കുറിച്ചും എല്ലാം അറിയാൻ സാധിക്കും വ്യക്തമായിട്ട്. എന്നാ നേരെ വിപരീതമുള്ളവർക്കോ എന്താ സംഭവിക്കണേ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ്. 12ാമത്തെ ശ്ലോകം. ഇതാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യശ്ചന്ദ്രമസി യച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെ വരുന്നവയാണ്. അപ്പൊ ഭഗവാന്റെ വ്യത്യസ്ത ശക്തികൾ പറയാണ്. ഇപ്പൊ എന്താണ് പശു പാല് തരുന്നുണ്ട് അല്ലെ. അപ്പൊ പശുവിന് എങ്ങനെ പാല് തരാൻ പറ്റണേ? പുല്ലൊക്കെ കഴിക്കണം അല്ലെ. പുല്ലോ മഴ കൊണ്ടാ ഉണ്ടാവണേ. മഴ എങ്ങനെയാ ഉണ്ടാവണേ? സമുദ്രം വേണം അല്ലെ. അപ്പൊ സമുദ്രം നിറയ്ക്കുന്നതാരാ? ഭഗവാനല്ലാതെ മറ്റാരാ? അങ്ങനെ ഓരോന്നും അന്വേഷിച്ച് പോയാല് ഭഗവാനിലാണ് എത്തുക അല്ലെ. എല്ലാത്തിന്റെയും ഉറവിടം ഭഗവാൻ. ഇപ്പൊ കൃഷ്ണം നമാമി കൃഷ്ണം ഭജാമി അല്ലേ. അപ്പൊ ഒരു ശ്രീല പ്രഭുപാദിന്റെ അടുത്ത് ഒരു സിമന്റ് കമ്പനിയുടെ ഉടമ വരികയാണ്. അപ്പൊ പ്രഭുപാദ് ചോദിച്ചു, താങ്കളുടെ കമ്പനിയുടെ പേരെന്താ ചോദിച്ചു. ഒരു വീട്ടുപേര് വെച്ചിട്ടുള്ള ഒരു പേര് പറഞ്ഞു. നീ കള്ളനാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോ ചോദിച്ചു, എന്താ സ്വാമി അങ്ങനെ പറയണത് എന്ന് ചോദിച്ചു. എന്താണ് ഇതിന്റെ റോ മെറ്റീരിയൽ സിമെന്റ് ഉണ്ടാക്കാൻ? അപ്പൊ പറഞ്ഞു, പാറയുടെ പൊടി, പിന്നെ കുറെ കെമിക്കൽസ്, അതൊക്കെയാ. ഇതൊക്കെ നീയാണോ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചു. അല്ല, ഇതൊക്കെ ഇങ്ങനെ അവൈലബിൾ ആണ്, കിട്ടും. അപ്പൊ ഇതൊക്കെയും ഈ പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടുപേരില് ആണ് അല്ലെ, അത് ഗോവിന്ദന്റെ പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജന്മാഷ്ടമിക്കൊക്കെ ദക്ഷിണ കൊടുക്കാറുണ്ട് എന്ന്. എന്നാ പിന്നെ നീ ചെറിയൊരു കള്ളൻ എന്ന്. അതുപോലെ എല്ലാം, നമ്മുടെ ശരീരം മുതൽ എല്ലാം ഭഗവാന്റേതാണ്. നമ്മുടേതായിട്ട് ഇവിടെ യാതൊന്നും ഇല്ല. അത് നമ്മള് എപ്പോഴും ഓർക്കണം. അപ്പൊ പ്രപഞ്ചത്തിലെ അന്ധകാരമൊക്കെ നീക്കിയിട്ട് അതിനെ ശോഭായമാനമാക്കുന്ന ആ സൂര്യൻ, ഒരേ ഒരു സൂര്യൻ മതി. ആ സൂര്യന്റെ തേജസ് ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നവയാണ് നമ്മളറിയാം. 13ാമത്തെ ശ്ലോകം. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസ ഉഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മക. ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപ്പൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. എന്തൊക്കെയാ ചെയ്യണേ ഭഗവാൻ? ഓജസ്, ഭഗവാന്റെ ഓജസ് ആണ് ഇവിടെ പറയണേ. ഓരോ ഗ്രഹങ്ങളില് ബില്യൺസ് ആൻഡ് ബില്യൺസ് യൂണിവേഴ്സിന്റെ ധാരാളം ഗ്രഹങ്ങളുണ്ട്, എണ്ണമറ്റ. അപ്പൊ അതിലെല്ലാം ഉൾപ്പൂകി അവയെ എല്ലാം ഭഗവാന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുകയാണ് അല്ലെ. അവയൊന്നും കൂട്ടിമുട്ടുന്നില്ല, എല്ലാം വെൽ അറേഞ്ച്ഡാ അല്ലെ. ഞാൻ തന്നെ, ഭഗവാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുക. അതായത് ഈ നിലാവ് ആണത്ര എല്ലാ സസ്യങ്ങൾക്കും ഔഷധികളെ പ്രദാനം ചെയ്യുന്നത്. ഓരോ ചെടികൾക്കും ഓരോരോ ഔഷധ ഗുണങ്ങളുണ്ട്. അതൊക്കെ ചന്ദ്രപ്രകാശത്താല് ആണ്, നിലാവിൽ നിന്നാണ് അതൊക്കെ കിട്ടുന്നത് എന്നാണ്. അതുപോലെ സൂര്യന്റെ എനർജി കൊണ്ടാണ് അല്ലെ ഈ ഭൗതിക ലോകം നിലനിൽക്കുന്നത്. സൂര്യൻ ഇല്ലെങ്കില് എല്ലാം തീർന്നു അല്ലെ. അതെല്ലാം ഭഗവാന്റെ ആ തേജസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. തേജസ്, ഭഗവാന്റെ ഓജസ്, അങ്ങനെ ശക്തികള്. അപ്പൊ പരമപുരുഷന്റെ അധിവേശത്താലാണ് ഓരോന്നിനും ഉചിതമായ ആവിഷ്കാരം ഉണ്ടാവുന്നത്. സസ്യത്തിന് ഔഷധ ശക്തി ചന്ദ്രപ്രകാശത്തിലൂടെ ഭഗവാൻ നൽകുകയാണ്.
അല്ലെ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഉള്ളൂര് പ്രേമസംഗീതത്തിൽ എഴുതി പരാപരാത്മൻ ഭക്തി അഭിഗമ്യൻ ഭവാനയാർ കാൺമൂ ചരാചര പ്രേമാഞ്ജനമെഴുതിയ ചക്ഷുസില്ലാഞ്ഞാൽ എന്ന്. അതായത് എന്താ വേണ്ടേ? ചരാചര പ്രേമാഞ്ജനമെഴുതിയ ചക്ഷുസ് വേണം. എന്നാലേ ഭഗവാന്റെ ആ സർവജ്ഞത്വം, ആ ഭഗവാന്റെ ശ്രേഷ്ഠതമമായിട്ടുള്ള സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. 14ാമത്തെ ശ്ലോകം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഭഗവാൻ വൈശ്വാനരൻ എന്ന് പറഞ്ഞ ജഠര അഗ്നിയാണ്. നമ്മുടെയൊക്കെ വയറ്റില്, ഇൻഡസ്റ്റൈനില് അല്ലെ, ജഠര അഗ്നി ഉണ്ട്, ദഹനത്തിന് സഹായിക്കുന്നത്. അതിന് വൈശ്വാനരൻ, അത് ഭഗവാനാണ് എന്നാണ്. സകല ജീവികളിലുള്ള ദഹനാഗ്നിയാണ് ഭഗവാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതും. ആഹാരം കഴിക്കുന്നുണ്ട്, പിന്നെ അത് പുറത്തു പോകണം അല്ലെ? അങ്ങനെ അതെല്ലാം പഞ്ചപ്രാണങ്ങളുണ്ട് നമ്മുടെയൊക്കെ ശരീരത്തില്. ആ പ്രാണവായുവിനോട് ചേർന്ന് ഭഗവാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഏതൊക്കെ 4 വിധത്തിലുള്ള ആഹാരം? ചവച്ച് കഴിക്കുന്നത്, ലിക്വിഡായിട്ട് കുടിക്കുന്നത്, നക്കി കഴിക്കുന്നത്, വിഴുങ്ങുന്നത് അല്ലെ? സ്വാളോ ചെയ്യും ചിലതൊക്കെ. അങ്ങനെ 4 ടൈപ്പ് ആഹാരങ്ങളെയും ഈ വൈശ്വാനരൻ എന്നുള്ള ആ ജഠര അഗ്നി, ദഹന അഗ്നി, അതും ഭഗവാനാണ് എന്ന്. അപ്പൊ ശ്രീല പ്രഭുപാദിനോട് നിരവധി ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. വേദജ്ഞന്മാരൊക്കെ വന്ന് വാദപ്രതിവാദം ഒക്കെ നടത്തും. ആർക്കും ഒരു ഉറപ്പില്ല എന്താ പറയണ്ടേ. ആരാണ് ഭഗവാൻ എന്ന് ചോദിക്കുമ്പോ ആരും പറഞ്ഞില്ല ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നൊക്കെ പറയാം എന്നല്ലാണ്ട്. പക്ഷെ ഒരു കുട്ടി പറഞ്ഞു കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന്. ഒരു കുട്ടിക്ക്, ഇന്നസെന്റ് ആയിട്ട് ആ കുട്ടിക്ക് പറയാൻ പറ്റി അല്ലെ? നമ്മുടെ ആത്മാവിന്റെ പോഷണം എന്ന് പറഞ്ഞ അത് ഭഗവാനാണ്. ആ ഭഗവാന്റെ ഇൻകൺസീവബിൾ പൊട്ടൻസി അത് നമ്മൾ അറിയണം അല്ലെ? ആ ഭഗവാന്റെ ആ സർവജ്ഞത്വം, അത് ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ എന്നാണ് അല്ലെ? ആ ഭഗവാന്റെ ആ ശ്രേഷ്ഠതമമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, അതാണ് വേണ്ടത്. 15ാമത്തെ പ്രധാനപ്പെട്ട ശ്ലോകാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഭഗവാൻ എന്താ പറയണേ? എല്ലാ ജീവികളുടെയും ഹൃദയത്തില് ഭഗവാൻ വാഴുന്നുണ്ട് അല്ലെ? ഹൃദയ ഗുഹയില്, ഹൃദയ അന്തർഭാഗത്ത് ഭഗവാൻ പരമാത്മരൂപേണ വാഴുന്നുണ്ട്. സ്മരണ, ജ്ഞാനം, മറവി എല്ലാം ഭഗവാനിൽ നിന്നുളവാകുന്നതാണ്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് ഭഗവാനെയാണ്. വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഭഗവാനാണ്. 16. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. പുരുഷന്മാർ 2 വിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റുന്നവരാകുന്നു. എന്നാൽ ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റില്ല. 2 ടൈപ്പ് പുരുഷന്മാര് ഉണ്ടെന്നാ പറയണേ. തെറ്റുപറ്റുന്നവരുണ്ട്, തെറ്റുപറ്റാത്തവരുണ്ട്. ഈ ഭൗതികതയിലുള്ളവർക്ക് തെറ്റുപറ്റും, ആധ്യാത്മിക ലോകത്തിലുള്ളവർക്ക് തെറ്റുപറ്റില്ല. അങ്ങനെ 2 ടൈപ്പ് പുരുഷന്മാര്. എന്നാലോ ഇത് കൂടാതെ ഉത്തമ പുരുഷനുണ്ട്. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ ബിഭർത്തി അവ്യയ ഈശ്വര. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഭഗവാനുണ്ട്.
അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. 2 ടൈപ്പ് പുരുഷന്മാര് പറഞ്ഞു. അവരെ കൂടാതെ പരമപുരുഷനുണ്ട്, പരമാത്മാവ് ആയിട്ടുള്ള അവ്യയൻ, നാശമില്ലാത്ത ആ ഭഗവാൻ ഉണ്ട്. അദ്ദേഹം ത്രിലോകങ്ങളിലും അന്തർഗതനായിട്ട് അവയൊക്കെ പുലർത്തിപ്പോരുന്നുണ്ട്. 18 യസ്മാക്ഷരമതീതോഹമക്ഷരാദഭിജോത്തമ അധോസ്മി ലോകേ വേദേജ പ്രഥിത പുരുഷോത്തമ. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു. ആരാണ് പുരുഷോത്തമൻ? ഇന്ദ്രിയാതീതനാണ് അല്ലേ ഭഗവാൻ. ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം ഉള്ളത്, അക്ഷരം നശിക്കാത്തത്. ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും നശിക്കുന്നതിനും നശിക്കാത്തതിനും ഒക്കെ അതീതനാണ് ഭഗവാൻ, സർവശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ലോകരും വേദങ്ങളും ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു എന്നാണ്. അപ്പൊ ഇവിടെ എല്ലാം ഭഗവാനായിട്ട് കാണുകയാണ് അല്ലെ. എല്ലാവരെയും ഭഗവത് രൂപത്തിൽ കാണുക. ഗരുഡാരൂഢനായിട്ടുള്ള ഭഗവാനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹരേ കൃഷ്ണ. 19ാമത്തെ ശ്ലോകം. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. അപ്പോ ഭഗവാന്റെ ആ സ്റ്റാറ്റസ് ശരിയായിട്ട് മനസ്സിലാവുക. ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനാണ് ആയ ഭഗവാനായിട്ട് നിസ്സംശയം അറിയുക, ഒട്ടുമേ സംശയമില്ല. അങ്ങനെ അറിയുന്നവരാണ് പരിപൂർണതയുള്ളവര്, എല്ലാം അറിയുന്നവര്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കും. എല്ലാ സമയവും ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കും. ഭഗവാനെ നിസ്സംശയം ഭഗവാന്റെ ആ സ്റ്റാറ്റസ്, ആ ഉന്നത അവസ്ഥ, ആ ശ്രേഷ്ഠതമമായ അവസ്ഥ അറിയാം. അതുകൊണ്ട് അവരെപ്പോഴും ഭഗവത് സേവനത്തിൽ മുഴുകും എന്നാണ്. പുരുഷോത്തമൻ എന്ന് വേദങ്ങൾ പറയുന്നത് ഭഗവാനെ തന്നെയാണ്. ഉത്തമ പുരുഷൻ എന്ന് ഭഗവാനെ അറിയുന്ന ആള് എല്ലാ വേദങ്ങളും മനസ്സിലാക്കി എന്നാണ്. ഉത്തമ വൈഷ്ണവൻ പരിപൂർണ ജ്ഞാനം സിദ്ധിച്ച ആളായിരിക്കും. കൃഷ്ണാവബോധം ഉണ്ടാവും. ബുദ്ധിമാനും വിശുദ്ധനുമാവാനായിട്ട് ഏതൊരാളും കൃഷ്ണാവബോധം ഉൾക്കൊള്ളുകയും ഭഗവത് സേവനം അനുഷ്ഠിക്കുകയും വേണം എന്നാണ്. ഭഗവാനെ മനസ്സിലാക്കാത്തവന്റെ ബുദ്ധിമാനെന്ന് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെ. ഭഗവാനെ മനസ്സിലാക്കണില്ല, അറിവില്ല എന്നുണ്ടെങ്കില്. 20ാമത്തെ ശ്ലോകം. ഇതി ഗുഹ്യതമം ശാസ്ത്രമിതമുക്തം മയാനഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹേ പാപരഹിത എന്നാ വിളിക്കണേ. അനഘ എന്നാണ്. അനഘൻ, അഘമില്ലാത്തവൻ, അനഘൻ പാപമില്ലാത്തവൻ, പാപരഹിത. ഞാനിപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഇപ്പൊ ഈ അധ്യായത്തിൽ പറഞ്ഞു തന്നത് വേദഗ്രന്ഥങ്ങളിലുള്ള അതിരഹസ്യമായ ഭാഗങ്ങളാ ഇപ്പൊ ഇവിടെ വെളിപ്പെടുത്തിയത്. ഇതറിയുന്നവര് ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്കൊക്കെ സഫലതയുണ്ടാവും എന്ന്. അപ്പൊ അനഘ എന്ന് പറഞ്ഞ പാപരഹിതൻ. എല്ലാ ജ്ഞാനവും ഇപ്പൊ ഇവിടെ ഭഗവാൻ നൽകി. ഏതു മാർഗം വേണം എന്ന് ഇനി നമുക്ക് തീരുമാനിക്കാം. ഈ ഭൗതികത അതൊരു സ്ഥിരമായതല്ല അല്ലെ. ആധ്യാത്മികതയാണ് പെർമനന്റ് ആയിട്ടുള്ളത്. വേദാന്ത സാരം എന്താണ്? ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനം നേടുക. അങ്ങനെ ഭഗവാനിലെത്താം. ഹരിനാമം ജപിക്കുക. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് അല്ലെ ഭക്തിയുത സേവനമൊക്കെ നടക്കുന്നത്. ഇവിടെ പരമപുരുഷന്റെ ഈ തത്വശാസ്ത്രം പഠിച്ചറിഞ്ഞ് ഭഗവത് സേവന നിരതരാവുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ബാധയിൽ നിന്നൊഴിയാം. ആധ്യാത്മികമായ ഒരു ജ്ഞാനത്തിന്റെ പ്രക്രിയയാണ് ഭക്തിപൂർവമായ ഭഗവത് സേവനം. അത് നടത്തുന്നിടത്ത് ഭൗതിക മാലിന്യം നിലനിൽക്കില്ല. ഭഗവത് സേവനവും ഭഗവാനും ആധ്യാത്മികമായതുകൊണ്ട് ഒന്നാണ്. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് ഭക്തിയുത സേവനം നടക്കുന്നത്. ബുദ്ധിമാനും വിശുദ്ധനുമാവാനായി ഏതൊരാളും കൃഷ്ണാവബോധം ഉൾക്കൊള്ളുകയും ഭക്തിയുത സേവനം അനുഷ്ഠിക്കുകയും വേണം. കൃഷ്ണനെ മനസ്സിലാക്കി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം സാമാന്യ ദൃഷ്ട്യാ ബുദ്ധിമാനായിരുന്നാലും
അയാളെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ സുദാമ അല്ലേ, കൃഷ്ണനും സുദാമ. ഭൗതികത അത് സ്ഥിരമായതല്ല. ആധ്യാത്മികതയിൽ എത്തിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ജന്മം എടുക്കണം അല്ലേ. എല്ലാം അറിയണം, വേദാന്ത സാരം, നമ്മൾ ആരാ, ഭഗവാൻ ആരാ, ഇതൊക്കെ നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നിസ്സംശയം നമുക്ക് ഭഗവാനെ പ്രാപിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഇപ്പോൾ പുരുഷോത്തമ ധാമം ഉണ്ട്. നമ്മളിപ്പോ പുരുഷോത്തമ യോഗം എന്നുള്ള അധ്യായം കണ്ടു അല്ലെ. പുരുഷോത്തമ ധാമം എന്നൊരു ധാമം ശംഖക്ഷേത്രം എന്നും പറയും. ഇന്ദ്രദ്യുമ്ന രാജാവ് ഭരിച്ചിരുന്ന നഗരം. രാജാവിന് ഈ നീലമാധവൻ എന്ന് ഒരു വിഗ്രഹമുണ്ട്. ആ നീലമാധവനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും. എവിടെയാണ് അതുള്ളതെന്ന് അറിയില്ല. വിഗ്രഹം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സങ്കടാണ് രാജാവിന്. അത് നീലമാധവനെ ഒന്ന് കാണണം. വിദ്യാപതി എന്നുള്ള ബ്രാഹ്മണൻ മന്ത്രി പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചു തരാം. അങ്ങനെ നീലമാധവനെ കണ്ടെത്താൻ മന്ത്രി ആരംഭിച്ചു. പല പല സ്ഥലത്ത് യാത്ര ചെയ്തു. അങ്ങനെ ശബര എന്നുള്ള വനവാസികളുടെ കൂടെ അവിടെ ആ ഏരിയയിൽ ഉണ്ട് എന്നെങ്ങനെയോ സീക്രട്ടായിട്ട് അറിഞ്ഞു. അപ്പൊ അവിടെ അവരുടെ കൂടെ താമസിച്ചു. അങ്ങനെ ഗ്രാമത്തലവന്റെ മകളെ വിവാഹം കഴിച്ചു. അപ്പോഴ് മനസ്സിലായി, രാത്രിയാവുമ്പോൾ ആരും അറിയാതെ ഈ ഗ്രാമമുഖ്യൻ എവിടെയോ പോകുന്നുണ്ട്. രാവിലെ തിരികെ വരുമ്പോഴോ നല്ല സുഗന്ധമുണ്ട്. അപ്പൊ ചോദിച്ചു, പിതാവ് എവിടെയാണ് രാത്രികാലങ്ങളിൽ പോകുന്നതെന്ന് ചോദിച്ചു പത്നിയോട്. പറഞ്ഞു, അത് പറയില്ല, പുറത്ത് പറയാൻ പറ്റില്ല, അത് രഹസ്യാണ് എന്ന് പറഞ്ഞു. കുറെ സമയം ചോദിച്ചപ്പോ പറഞ്ഞു, അച്ഛൻ നീലമാധവനെ പൂജിക്കാൻ പോവാണ് എന്ന്. അതെയോ, എനിക്കും കാണണം നീലമാധവനെ, എനിക്ക് കാണിച്ചു. ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഒരേ നിർബന്ധം. അങ്ങനെ ഭർത്താവിന്റെ ആഗ്രഹമല്ലേ. അപ്പൊ അച്ഛനോട് പറഞ്ഞു ഈ പെൺകുട്ടി. അങ്ങനെ പിതാവ് പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യാ, അങ്ങനെ ഒരു ആഗ്രഹമല്ലേ, എന്നാ ശരി, കണ്ണ് കെട്ടിയിട്ടേ കൊണ്ടുപോകുള്ളൂ, അല്ലാണ്ട് വഴിയൊന്നും കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഈ വിദ്യാപതി ബുദ്ധിമാനാ. അപ്പൊ കുറെ കടുക് കയ്യിൽ കരുതി. മഴക്കാലല്ലേ, അപ്പൊ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കടുകിട്ടുകൊണ്ട് പോയി. അങ്ങനെ അവിടെ ചെന്നു, കണ്ടു സുന്ദരമായ രൂപം. കണ്ണെടുക്കാൻ തോന്നണില്ല. നീലമാധവൻ ആ സുന്ദര രൂപത്തില്, മതി കണ്ടത്, പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് തിരികെ കൊണ്ടുവരികയാണ്. അങ്ങനെ പിറ്റേന്ന് തന്നെ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ നീലമാധവനെ കണ്ടു. നീലമാധവന്റെ അടുത്ത് പോകാനുള്ള വഴിയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നീലമാധവനെ ഉടനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സന്നാഹങ്ങളൊക്കെ ഒരുമിച്ച് രാജാവ് എത്തി. അങ്ങനെ അവിടേക്ക് എത്തിയപ്പോ വിഗ്രഹം അവിടെ ഇല്ല. എല്ലാവർക്കും വിഷമായി. ഒരു ഗ്രാമമുഖ്യന് വിദ്യാപതിയോട് വളരെ വൈരാഗ്യം. നീ കാരണത്താലാണ് ഇതൊക്കെ. അങ്ങനെ രാജാവിന് അതിയായ സങ്കടം. പക്ഷെ നീലമാധവൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇനി എന്നെ ഇവിടെ അന്വേഷിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവില്ല. സമുദ്രത്തിലെ 3 തടിക്കഷ്ണം കാണാൻ സാധിക്കും. ചക്രം, താമര, അനന്തൻ ഒക്കെ അടയാളങ്ങളായിട്ടുള്ള തടികള് സമുദ്രത്തിലുണ്ടാവും. അതെടുത്തിട്ട് വിഗ്രഹം നിർമ്മിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ കുറെ കാലം വെയിറ്റ് ചെയ്തു. അപ്പോഴുണ്ട് 3 തടികൾ ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പൊ അതിൽ നോക്കുമ്പോ ചക്രം, താമര, അനന്തൻ ഒക്കെ ഉള്ള അടയാളം കണ്ടു. ഇത് തന്നെയാണ്. അങ്ങനെ അതെടുത്ത് വിഗ്രഹം നിർമ്മിക്കാൻ ആരംഭിക്കുക. എല്ലാ ശില്പികൾക്കും നോക്കിയിട്ട് സാധിക്കണില്ല. അവരുടെയൊക്കെ ഉളി ഒടിഞ്ഞു പോവാ. അങ്ങനെ പിന്നെ വിശ്വകർമാവ് വന്നു. വിശ്വകർമാവ് പറഞ്ഞു, എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ചെയ്യാം. പക്ഷെ 21 ദിവസം ആരും ആ മുറി തുറക്കരുത്. അത് എന്നെ അന്വേഷിച്ച് ആരും ആ മുറിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. ശരി, എല്ലാ കണ്ടീഷൻസ് ഒക്കെ സമ്മതിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞു. അകത്ത് ശബ്ദമൊന്നും കേൾക്കാതായപ്പോഴ് രാജാവ് ബലം പ്രയോഗിച്ച് തുറന്നപ്പോഴോ അപൂർണമായിട്ടുള്ള മൂർത്തികള് 3 എണ്ണം. ശില്പിയെ ഒന്നും അവിടെ കാണാനില്ല. രാജാവ് വിഷമിച്ചു. ഞാൻ എന്തൊരു ബുദ്ധിശൂന്യതയാ കാണിച്ചത് എന്ന് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ജഗന്നാഥ്, സുഭദ്ര, ബലരാമൻ അങ്ങനെ 3 മൂർത്തികളാണ് പണി തീരാതെ. അപ്പൊ ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. വിഷമിക്കേണ്ട, ഞാൻ ഈ രൂപത്തിൽ വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്
എൻ്റെ ആനന്ദഭാവമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പുരി ജഗന്നാഥന്റെ ആ കണ്ണുകളൊക്കെ ഇങ്ങനെ വലുത്. ആ ഭക്തരെ നോക്കി നോക്കിയിട്ട് ഈ കണ്ണ് അടയ്ക്കാൻ പറ്റില്ല ഭഗവാന്. അടയ്ക്കണ നേരം ഭക്തരെ കാണാൻ പറ്റില്ലല്ലോ. അത് കാരണം കണ്ണ് അടയ്ക്കാൻ പറ്റാത്ത രൂപത്തിലാ എപ്പോഴും ഭക്തരെ കാണണം. അപ്പോ അങ്ങനെ വിഗ്രഹം വെച്ചു. ഭീമാകാരമായിട്ടുള്ള ക്ഷേത്രം രാജാവ് പണി കഴിപ്പിച്ചു. അപ്പൊ ഇന്ദ്രദ്യുമ്ന രാജാവിന് തോന്നി, ഇവിടെ പ്രതിഷ്ഠ നടത്തേണ്ടത് ബ്രഹ്മാവ് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു ബ്രഹ്മാവിനെ പ്രതിഷ്ഠയ്ക്ക് വിളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ബ്രഹ്മലോകത്തിലെത്തി. തിരിച്ചെത്തിയപ്പോഴേക്കോ ഇവിടെ യുഗങ്ങൾ പലത് കഴിഞ്ഞിരുന്നു. ബ്രഹ്മാവിന്റെ ആ സമയക്രമം നമുക്കറിയാം അല്ലെ, വളരെ ദീർഘമുള്ളതാണ്. അതിന്റെ കണക്കനുസരിച്ച് ഈ ഭൂമിയിലെത്തിയപ്പോ യുഗങ്ങള് അനവധി കഴിഞ്ഞു. ക്ഷേത്രം മണ്ണിനടിയിലായി പോയി. അങ്ങനെ അന്ന് ഭരിച്ചിരുന്ന കാലമാധവൻ എന്നുള്ള രാജാവ് കുതിരപ്പുറത്ത് പോയ വേളയില് കുതിര ഒരു ചക്രത്തുമ്മ തടഞ്ഞു വീഴാണ്. അപ്പൊ രാജാവ് നോക്കുമ്പോ എന്താ, അവിടെ ഒരു ചക്രം. അങ്ങനെ അത് തെരഞ്ഞ് ഒരു ക്ഷേത്രം കണ്ടെടുത്ത് അവിടെ പുനഃസ്ഥാപിച്ചു. അപ്പോഴത്തേക്ക് ആണ് ഇന്ദ്രദ്യുമ്ന രാജാവ് തിരിച്ചെത്തണത്. ആരും അറിഞ്ഞില്ല അല്ലേ, യുഗങ്ങൾ കഴിഞ്ഞതല്ലേ. പക്ഷേ ഒരു കാക്ക സാക്ഷി പറഞ്ഞു, അതെ, ഈ രാജാവ് തന്നെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസമായി എല്ലാവർക്കും. പിന്നീട് ബ്രഹ്മാവ് തന്നെ വന്ന് പ്രതിഷ്ഠ നടത്തി. ആ ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം വളരെ വിസ്മയങ്ങളും അത്ഭുതങ്ങളുമുള്ള ക്ഷേത്രം. ക്ഷേത്ര ഗോപുരത്തിനു മീതെ ഒരു സുദർശന ചക്രമുണ്ട്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ആ ചക്രം കാണുന്നത് തന്നെ ഭഗവാനെ കണ്ട ഫലാണ്. നമ്മൾ ഏത് ദിശയില്, തെക്കോ വടക്കോ പടിഞ്ഞാറോ എവിടെ നിന്ന് നോക്കിയാലും ആ ചക്രം നമ്മളെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനു മുകളിൽ കൊടി പാറുന്നുണ്ട്. ആ കൊടി കാറ്റിന്റെ വിപരീത ദിശയിലാ കൊടി പാറുക. പിന്നെയോ അവിടെ സിംഹദ്വാരം എന്നുള്ള കിഴക്കേ ഗോപുരം, അവിടെ ദേവഗണങ്ങൾ പോലും അതിലൂടെ വന്ന് ദർശനം എടുക്കുന്നുണ്ട് ഇന്നും എന്നാണ്. പിന്നെ കടലിരമ്പുന്ന ശബ്ദം എവിടെയും കേൾക്കാം. എന്നാൽ മതിൽക്കകത്ത് കടന്നാല് കടലിന്റെ ശബ്ദം കേൾക്കില്ല. എന്താ കാരണം? സുഭദ്ര കുഞ്ഞു പെങ്ങളാ, പെങ്ങൾക്ക് പേടിയാ സമുദ്രത്തിന്റെ ശബ്ദം. അതുപോലെ അവിടുത്തെ തെടപ്പള്ളി അടുക്കള, അവിടെ അത്ഭുതങ്ങളാ എന്നും. ഈ 7 പാത്രങ്ങൾ മുകളിൽ കയറ്റി വെച്ചിട്ടാ അവിടെ നൈവേദ്യം പാചകം ചെയ്യുന്നേ. അതില് ഏറ്റവും മുകളിലെ പാത്രത്തിലെ നൈവേദ്യമാണ് ആദ്യം വെന്ത് കിട്ടുക. ഇന്നിപ്പോ 2000 പേര് വന്നാലും 2 ലക്ഷം പേര് വന്നാലും കൊടുക്കാനുള്ള അത്രയ്ക്ക് പ്രസാദം ആ തിടപ്പള്ളിയിൽ എപ്പോഴും ഉണ്ടാവും. എന്നാൽ ഒട്ട് വേസ്റ്റ് ആവൂല്ല. അങ്ങനെയാണ്. അങ്ങനെ നിരവധി വിസ്മയങ്ങള് അത്ഭുതങ്ങളുള്ള ആ പുരി ജഗന്നാഥ ക്ഷേത്രം ഒരു തവണയെങ്കിലും സന്ദർശിച്ചാല് പിന്നെ ജന്മമില്ല എന്നാണ് പുരുഷോത്തമധാമം. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ചോദിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതാരാണ്? കൃഷ്ണ. കഥ ഇഷ്ടപ്പെട്ടോ? ആ ശരി. സസ്യങ്ങൾക്ക് ജീവരസം പകരുന്നത് എന്താ? നമ്മൾ പഠിച്ചില്ലേ, സസ്യങ്ങൾക്ക് ജീവരസം ഔഷധികൾ പകർന്നു കൊടുക്കുന്നത് ചന്ദ്രനാണ് അല്ലേ?
ദഹന അഗ്നിയുടെ പേരെന്താ? അറിയില്ലേ ആർക്കും? ആ വൈശ്വാനരൻ. ആ ആ. വേദങ്ങള് ഭഗവാനെ എന്ത് പേരിലാ പുകഴ്ത്തണത്? പുരുഷോത്തമൻ. പുരുഷോത്തമൻ. അനഘ എന്നതിന്റെ അർത്ഥം എന്താ? പാപമില്ല. ആ പാപരഹിതൻ. ആ ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ എടുത്തോളൂ. ആരാ എഴുതിയത്? വായിക്കൂ. നമസ്തേ മാതാജി. ആ വായിച്ചു. ചോദ്യം 1, വേദപഠനത്തിന്റെ ഉദ്ദേശം എന്താണ്? കൃഷ്ണനെ പറ്റി അറിയുക എന്നതാണ്. അതെ. രണ്ടാമത്തെ ചോദ്യം, അരയാൽ വൃക്ഷത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഭൗതിക ബന്ധങ്ങളോട്. 3, ഈ വൃക്ഷത്തിന് പോഷണം ലഭിക്കുന്നത് എങ്ങനെ? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്നു. ചോദ്യം 4, ശ്ലോകം 5 ഭഗവാൻ എന്താണ് പറയുന്നത്? മിഥ്യാഭിമാനം, മായാമോഹം, ദുസ്സംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽ പെടാതെ സനാതന തത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കുന്നു. ചോദ്യം 5, ജീവാത്മാവിന്റെ വ്യക്തിത്വം വെളിപ്പെടുന്ന ശ്ലോകം ഏതാണ്? ശ്ലോകം 7. 6. പരമപുരുഷന്റെ ജീവാത്മാവിന്റെ ദഹനാഗ്നിയായി വർത്തിക്കുന്ന അഗ്നി ഏതാണ്? ഭഗവാൻ. അഗ്നി വൈശ്വാനരനായിട്ട് വൈശ്വാനരന്റെ രൂപത്തില് ഭഗവാൻ. 7. ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് ഏതാണ് നോക്കണ്ടേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങള് മാത്രമേ ഉള്ളൂ. ചോദിക്കൂ മാതാജി. ജീവിതസത്ത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജീവസത്ത അല്ലെ? ജീവാത്മാവ്. നമ്മുടെ ആത്മാവായിട്ടുള്ള ആ ചൈതന്യം, സത്ത, പ്രജ്ഞ, അവബോധം എന്നൊക്കെയും പറയാം. പല പല വാക്കുകളുണ്ട്. കുറെ വാക്കുകൾ പറയാൻ പറ്റും. അപ്പം ജീവാത്മാവ്, മറ്റേത് പരമാത്മാവ് അല്ലേ? ജീവാത്മാവിനെ ജീവസത്ത എന്നും പറയും. ഭഗവാന്റെ ചെറിയൊരു അംശമാണ് നമ്മളൊക്കെ. ഭഗവാൻ പരമാത്മാവ്, വലുത്, വിഭുവാണ്. നമ്മൾ അണുവാണ്. നമ്മള് ജീവാത്മാവും ഭഗവാൻ പരമാത്മാവും അല്ലേ മാതാജി? അതെ അതെ. ശരി മാതാജി. അപ്പൊ ഈ ഭൗതിക ലോകം എന്ത് ആലയാണ്? ദുഃഖാലയം. അല്ലാണ്ട് വസ്ത്രാലയം എന്നൊന്നും എഴുതരുത് കേട്ടോ. കരുണാലയം എന്നൊന്നും എഴുതരുത്. ദുഃഖാലയം. ചിലര് കൃപാലയം എന്ന് എഴുതും. അതൊന്നും പാടില്ല. ദുഃഖാലയം. പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം പറഞ്ഞുതരും. അതെ, പറഞ്ഞുതരാം. അപ്പൊ പിന്നെ എന്തിനാ പരീക്ഷ? അല്ല, അപ്പോഴ് ചോദ്യം പറയുമ്പോ ഞങ്ങൾ എഴുതണമല്ലോ.